NSSുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചോദ്യം കോൺഗ്രസ് നേതാക്കളോടാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറയും. പക്ഷേ പ്രശ്നമുണ്ട് എന്നതാണ് സത്യം. അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം കാര്യത്തിൽ NSS സർക്കാർ അനുകൂല നിലപാടെടുത്തപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വരിവരിയായി പെരുന്നയ്ക്ക് പോകുന്നത് എന്തിനാണ്? അകൽച്ച നിങ്ങൾ വ്യാഖ്യാനിച്ച് അകൽച്ച ഉണ്ടാക്കാതെ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അകൽച്ച ഇല്ലല്ലോ. വ്യാഖ്യാനിച്ച് എന്തിനാണ് അകൽച്ച ഉണ്ടാക്കുന്നത്? അതിൻ്റെ ഒരു കാര്യമില്ലല്ലോ. ഞാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. അവർ ശബരിമല സംബന്ധിച്ച് ഒരു നിലപാടുണ്ട്, അതെല്ലാം ബഹുമാനത്തോടു കൂടി നമ്മൾ കാണണം. മാത്രമല്ല, ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി ആഭ്യന്തര കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പിന്നെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള വശത്തെക്കുറിച്ചില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്റ്റാൻഡ് നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. വളരെ കൃത്യമായി ഒരു സ്റ്റാൻഡുണ്ട്. അത് ഇന്നും ഇന്നലെയല്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്നും ഇന്നും NSS നേതൃത്വവുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ്. അപ്പോൾ സന്ദർശനത്തിൽ പുതുമയില്ല. പക്ഷേ തിരുവഞ്ചൂർ മാത്രമല്ല, കൊടിക്കുന്നിൽ സുരേഷ് MPയും CJ കുര്യനുമെല്ലാം ഈ ദിവസങ്ങളിൽ പെരുന്നയിലെത്തി. എല്ലാം സൗഹൃദ സന്ദർശനങ്ങളാണെന്നാണ് NSS ജനറൽ സെക്രട്ടറിയും പറയുന്നത്. പെട്ടെന്നുണ്ടായ പെരുന്ന സ്നേഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ അസ്വാഭാവികമായി ഒന്നും കാണുന്നുമില്ല. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ SNDPയുടെ ആസ്ഥാനത്തോ NSSന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിന് വിലക്കിയിട്ടില്ല. ഒരർത്ഥത്തിലും വിലക്കിയിട്ടില്ല. കാരണം അവരെല്ലാവരുമായിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. ഒരാളും പോകുന്നതിന് തടസ്സമില്ല. അവരെല്ലാവരും നടത്തിയിരിക്കുന്നത് വ്യക്തിപരമായ സന്ദർശനം. NSS നിലപാടിൽ കോൺഗ്രസ് ആകെ അങ്കലാപ്പിലാണ് എന്ന് വരുത്തരുതെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നിർബന്ധമുണ്ട്. ഇടതുപക്ഷത്തിന് മുന്നിലും ജനങ്ങളുടെ മുന്നിലും അത് ക്ഷീണമുണ്ടാക്കും. അതിനപ്പുറം മതസാമുദായിക നേതാക്കളുമായുള്ള ബന്ധം ആവശ്യത്തിന് മാത്രം മതിയെന്ന നിലപാടിലെ കടുംപിടുത്തവും ഒരു കാരണമാകാം. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം NSS പിന്തുണയെന്നത് ഒരു പൂർണ്ണമായും അടഞ്ഞവാതിലായി കാണേണ്ടതില്ല. ഇപ്പോൾ പറഞ്ഞത് അയ്യപ്പ സംഗമത്തിലെ കാര്യം മാത്രമാകാനും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുതിയ നിലപാടുണ്ടാകാനുമുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ല.